പൊന്നോടു പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നേരായി വന്നു നീ. കളഭമഴ തോരാതെ കുളിരണിയുമെന്നിൽ തൊട്ടു സൂര്യൻ രോമാഞ്ചം. കണ്ണേ കണ്ണേ പൊന്നോടു പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നേരായി. അങ്ങനെ തൃശ്ശൂരിന്റെ കലോത്സവ വേദിയിൽ നിന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം MP സുരേഷ് ഗോപി സാറിലേക്കാണ്. സാർ സ്വാഗതം. എന്തൊക്കെയാണ് ഇവിടെ തൃശ്ശൂർ? ഞങ്ങൾ സാറാണല്ലോ ശരിക്കും ഞങ്ങളോട് സ്വാഗതം പറയേണ്ടത്. തൃശ്ശൂരിന്റെ MP ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പല സ്ഥലത്തുനിന്ന് വന്നതാണ്. അപ്പോൾ സാർ എന്നെ മലയാളത്തിൽ കൊടുത്തൊരു ടേമാണ് തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുവാന്ന്. എത്രത്തോളം എടുത്തു? തൃശ്ശൂർ എടുത്തുകൊണ്ടേയിരിക്കുകയല്ലേ, അതിനിയും എടുത്തുകൊണ്ടേയിരിക്കും. 24-ൽ രാഷ്ട്രീയപരമായിട്ട് തൃശ്ശൂർ എടുത്തു. അത് കഴിഞ്ഞ് കലാപരമായിട്ട് 25 വർഷങ്ങൾക്ക് ശേഷം ട്രോഫി ഇവിടുത്തെ കുഞ്ഞുങ്ങളിങ്ങെടുത്തു. ഇനിയും എടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആശംസകൾ അർപ്പിക്കുമ്പോൾ 14 ജില്ലകൾക്കും ആശംസകൾ അർപ്പിക്കാൻ എൻ്റെ ഉത്തരവാദിത്വം എന്നെ അനുവദിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ വലുതാണ്, അതുപോലെ എല്ലാവർക്കും അവർ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അപ്പോൾ എല്ലാ ജില്ലകൾക്കും 14 ജില്ലകൾക്കും അവരുടെ മികവിന് ഞാൻ ആദരിക്കും, അംഗീകരിക്കും, സ്വീകരിക്കും. സുരേഷ്, അപ്പോൾ ഈ തൃശ്ശൂരിൽ എത്തുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് കുട്ടികൾ എത്തുന്നുണ്ട് മത്സരത്തിൽ. ഇപ്പോൾ കുറേ ആളുകൾ വിജയിക്കും, കുറേ ആളുകൾ പരാജയപ്പെടും. പക്ഷെ എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റില്ല. പരാജയമൊന്നുമില്ല, വിജയം വരിക്കുന്നുണ്ട്. അത് മാറ്റുരച്ച് വിജയിച്ചവരും വിജയിക്കാൻ കഴിയാതെ പോയവരും മാത്രമേ ഉള്ളൂ. അവർക്കിനിയുമുണ്ട് സമയം, അവർക്കിനിയുമുണ്ട് അവസരം. യുവജനോത്സവങ്ങളിൽ ഗംഭീരമായവർ മാത്രമല്ല പിന്നെ ജീവിതത്തിൽ തിളക്കമാർന്ന കലാകാരന്മാരായിട്ടുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. സുരേഷിന്റെ ഇഷ്ടപ്പെട്ട ഐറ്റം ഏതൊക്കെയാണ്? ഇപ്പോൾ ഒരു ആളെ കാണാൻ സമയം കിട്ടുവാണെങ്കിൽ പാട്ട് തന്നെയാണ്. സുരേഷിനെ ഞങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരും. ഞാൻ പാട്ട് പാടി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ഒരു വഴിയായിരിക്കുകയാണ്. എത്ര 10 ആയോ? 10 പാട്ട് പാടിയോ? എന്നാ 11ാമത്തെ ഒരു പാട്ട് കൂടെ. ഇപ്പൊ ഇവിടെ പാടിയ പാട്ട് തന്നെ. പൊന്നോടു പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നേരായി വന്നു നീ. കളഭമഴ തോരാതെ കുളിരണിയുമെന്നിൽ തൊട്ടു സൂര്യൻ രോമാഞ്ചം. കണ്ണേ കണ്ണേ പൊന്നോടു പൂവായി ശംഖോടു നീരായി വണ്ടോടു തേനായി നെഞ്ചോടു നേരായി. സുരേഷിന്റെ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കുന്നുണ്ട്. ഈ സമയത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനത്തെ ഓർമ്മകളൊക്കെ ഒരുപാട് ഉണ്ടാവും. ആ സമയത്ത് എന്തെങ്കിലും ഭയങ്കര നൊസ്റ്റാൾജിയാണ്. കയ്യിലിരിക്കുന്ന പുസ്തകങ്ങളുടെ മണം, കൂടെയുള്ള സുഹൃത്തുക്കളുടെ എല്ലാം ചുമലിൽ ചാടിക്കേറി ആർപ്പ് വിളിക്കുന്നതും അവർ ചുമലിൽ ചാടിക്കേറി ആർപ്പ് വിളിക്കുമ്പോൾ ഉള്ള വിയർപ്പിൻ്റെ ഗന്ധം, അത് എന്തോ ഒരു പങ്കുവയ്ക്കലാണ്. ഭയങ്കര എന്താണ് സൗഖ്യങ്ങളുടെ ഒരു പർവ്വതീകരണമാണ് എല്ലാ മുഹൂർത്തവും. ഇനി പരീക്ഷയായാലും ശരി തന്നെ, അതും ഒരു ആഘോഷമാണ്. ഹാൾ ടിക്കറ്റ് വാങ്ങാൻ പോകുന്നത് ഒരു ആഘോഷമാണ്. കോഷൻ ഡെപ്പോസിറ്റ് തിരിച്ചു വാങ്ങാൻ പോകുന്നത് അതും ഒരു ആഘോഷമാണ്. എല്ലാം അധ്യയന കാലം എന്ന് പറയുന്നത് വസന്തകാലമാണ്. ജീവിതത്തിൽ എൻജോയ് ചെയ്യാം. താങ്ക് യു സുരേഷ്. കേടാക്കുന്ന ഒന്നിനും കാതു കൊടുക്കരുത്, മനസ്സും കൊടുക്കരുത്. ഇത് നിങ്ങളുടെ അവകാശമാണ്, കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമാണ്. നിങ്ങൾക്ക് ചേരുന്നതെല്ലാം നിങ്ങൾ കേൾക്കുക, നിങ്ങൾക്ക് അവലംബിക്കാം, നിങ്ങൾ അതുകൊണ്ട് വളരുക. താങ്ക് യു സുരേഷ്. ഓട്ടത്തിൽ പിടിച്ചു വെച്ചതാണ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ കലോത്സവ വേദിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചതാണ് എൻജോയ് ചെയ്യുക. അവിടെ വിജയമോ പരാജയമല്ല, മറിച്ച് പങ്കെടുക്കുക, അതിൽ പങ്കാളികളാവുക, സന്തോഷത്തോടെ മടങ്ങുക. അങ്ങനെ തൃശ്ശൂർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തിരക്കിട്ട പരിപാടികളിലേക്ക് മടങ്ങുന്നത്.